നമസ്കാരം സാർ. നമസ്കാരം. ഈ വിലക്ക് വാങ്ങാൻ പറ്റാത്ത ഒന്നും ഇന്ത്യൻ മാർക്കറ്റിലില്ല എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ വലിയ ലോകത്തിൻ്റെ ഏത് തെരുവിൽ കിട്ടുന്ന എന്തും നമ്മുടെ തെരുവുകളിലും കിട്ടും എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം നേരിടുന്നത് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റാണ്. മാധ്യമത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണ ഈ ആദ്യത്തെ 3 എസ്റ്റേറ്റും ജീർണിക്കുമ്പോൾ അതിൻ്റെ ജീർണത ചൂണ്ടിക്കാണിക്കുകയും അതിനെ കറക്റ്റീവ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഈ 4ാമത്തെ എസ്റ്റേറ്റാണ്, 4ാമത്തെ ജനാധിപത്യത്തിൻ്റെ തൂണ് മാധ്യമങ്ങൾ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു 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 മുദ്രാവാക്യമാണോ ആരോപണമാണോ സാറിന് കുറേ കൂടി സൂക്ഷ്മമായിട്ട് അത് അറിയുമായിരിക്കും. കാര്യം ഇതാണ്, അവരും പർച്ചേസബിളാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ടിരുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ്, അവരെ വിലക്ക് വാങ്ങാൻ പറ്റും. എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ്, അവരിൽ നിന്ന് കാര്യം നേടാൻ പറ്റും. ഈവൻ ജുഡീഷ്യറിയെ പോലും പറ്റും എന്ന് അപ്പോഴും നമ്മൾ ധരിച്ചിരുന്നത് നമ്മുടെ മീഡിയ ആക്ടിവിസത്തെ നമുക്ക് വിലക്ക് വാങ്ങാൻ പറ്റില്ല, മീഡിയ ഇതിനൊക്കെ അതീതമായി നിൽക്കുന്നൊരു ശക്തിയാണെന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആരോപണങ്ങൾ വ്യാപകമായി നിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ നമ്മുടെ മാധ്യമങ്ങളെയും വിലക്ക് വാങ്ങാൻ പറ്റുമെന്നും നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും പലരെയും വാഴ്ത്തിയും ഇകഴ്ത്തിയും കാണുന്ന വാർത്തകളൊക്കെ തന്നെ ഏതോ പേയ്മെൻറ്റിൻ്റെ ഫലമാണ് എന്നും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവും സാർ? അത് സമ്പൂർണമായും ശരിയാണ്. ആരോപണമല്ല, അത് വാസ്തവമാണ്. അത് ഞാനത് വിശദീകരിക്കാം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മീഡിയ ആക്ടിവിറ്റി, മാധ്യമ പ്രവർത്തനം വിപണിയിൽ വിലപേശി വാങ്ങാവുന്ന ചരക്കാണ്, കമ്മോഡിറ്റിയാണ്. ഇറ്റ്സ് എ കമ്മോഡിറ്റി അവൈലബിൾ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ആൻഡ് യു ക്യാൻ നെഗോഷിയേറ്റ് ദ പ്രൈസ്, ദെൻ യു ക്യാൻ പർച്ചേസ് ഇറ്റ്. വിലപേശി വാങ്ങാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. കേരളത്തിലും അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇത് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മാധ്യമ സംസ്കാരം ഭാരതത്തിൽ പണ്ടേ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ പക്ഷം വേദവ്യാസൻ മഹാഭാരതം എഴുതുന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. അതിൽ രസകരമായൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഈ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ തീരുമാനിക്കുന്ന പ്ലോട്ട് ഉണ്ടാക്കുന്നത് ഇത് കർണൻ, ശകുനി, ദുര്യോധനൻ, ദുശാസനൻ, ഈ 4 പേര് ചേർന്നിട്ട് ഇവർ 4 പേരും പ്ലോട്ടുണ്ടാക്കി. അപ്പോൾ അന്നത്തെ ഒരു PWD കോൺട്രാക്ടറുണ്ട്, അയാളുടെ പേര് പുരോചനൻ എന്നാണ്. പുരോചനൻ അയാളാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അയാളെയാണ് ഈ അരക്കില്ലം പണിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്, കൺസീലിങ് ഓൾ ദ ഡീറ്റെയിൽസ്. ഇത് വാക്സ് കൊണ്ടുണ്ടാക്കിയതാണ്, അരക്ക് കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. വാക്സ് കൊണ്ടുണ്ടാക്കി എന്താ വെച്ചാൽ എളുപ്പത്തിൽ തീ പിടിച്ചിട്ട് പിന്നെ അതിനകത്ത് കയറുന്നവർക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അതൊക്കെ ഇയാളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മഹാരാജാവിൻ്റെ അനുവാദം കിട്ടണം, ധൃതരാഷ്ട്രരുടെ. അപ്പോൾ ഇതുവരെ എല്ലാം കൂടി പറഞ്ഞപ്പോഴേക്കും ഇത് ചോദിച്ച് അങ്ങേരുടെ അനുവാദം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ദുര്യോധനൻ പറഞ്ഞാൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 4 പേരും കൂടി ചെന്നിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് ഇത് പറയുകയാണ്. മഹാരാജാവ് ആകെ ചോദിക്കുന്ന ചോദ്യം, ആ പുരോചനന് ഇതെല്ലാം അറിയാമല്ലോ എന്നാണ്. അപ്പോൾ അവൻ വഴി പുറത്തു പോകാം. അപ്പോൾ കർണൻ പറഞ്ഞില്ല, അവൻ പുറത്തു പോകില്ല, അവനും ഇതിനകത്ത് കിടന്ന് കൊല്ലപ്പെടും. നല്ല പ്ലാനാണ്. അപ്പോൾ എവിഡൻസ് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ലീക്ക് ചെയ്തു പോയി. അങ്ങനെ വിതുരൻ അറിഞ്ഞിട്ട് രാജ്ഞിരാമാനം ഇവരെ മുഴുവനും ഒരു വഞ്ചി കയറ്റി ഗംഗയ്ക്ക് അപ്പുറത്തേക്ക് എത്തിച്ചിട്ട് അവരെ രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലേക്ക് അവർ പോവുകയാണ്. അതാണ് അതിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ വേറെ ആരും അറിഞ്ഞിട്ടില്ല, വാർത്ത കാട്ടുതീ പോലെ പരന്ന്. അപ്പോൾ വ്യാസൻ എഴുതി വച്ചിരിക്കുന്ന കാര്യം, ഗ്രാമനഗര ചത്വരങ്ങളിൽ, പ്ലാസ ചത്വരങ്ങളിൽ ജനങ്ങൾ
ഒരുമിച്ച് കൂടി ഉച്ചത്തിൽ രാജാവിൻ്റെ അനീതിയെ എതിർത്തു. അന്ന് ഇതുണ്ട്. ആ പണിയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. എവിടെയാണോ അനീതി വരുന്നത് ആ അനീതിയെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്കും രാജ്യത്തിനും നീതി ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുള്ളതാണ് മാധ്യമങ്ങൾക്ക്. അതുകൊണ്ടാണ് അതിനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പർച്ചേസബിളാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൺജക്റ്റേഴ്സ് ഉണ്ടാക്കിയാണ്, നരേറ്റീവ്സ് അല്ല. നരേറ്റീവും കൺജക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കൺജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയല്ലാത്ത ഒരു പ്രസ്താവനയാണ് ഒരു കൺജക്ടർ. ദാറ്റ് ക്യാൻ നെവർ ബി പ്രൂവൻ ഫാക്ട്സ് അല്ല, അതൊരിക്കലും തെളിയിക്കാനും പറ്റില്ല. അതാണ് ഒരു കൺജക്ടർ. ഈ കൺജക്ടർ ഇവർ ജനറേറ്റ് ചെയ്യും. ആ കൺജക്ടർ ജനറേറ്റ് ചെയ്തിട്ട് ആരാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് അനുകൂലമായ കൺജക്ടേഴ്സ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ഇത് നിർത്തും. ഇവർ കൺജക്ടേഴ്സിനെ കുറിച്ച് ഇവർ ചോദിച്ചാൽ പറയുന്നത് ഞങ്ങളുടെ നരേറ്റീവാണെന്ന് പറയും. എന്താ നരേറ്റീവ്? നരേറ്റീവ് തെറ്റാണെന്നോ ശരിയാണെന്നോ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. മറ്റത് അങ്ങനെയല്ല. മറ്റത് തെറ്റാണെന്നോ ശരിയാണെന്നോ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇല്ലാത്തതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ ഈ കൺജക്റ്റേഴ്സിനെ നരേറ്റീവ്സായിട്ട് പ്രൊജക്റ്റ് ചെയ്യലാണ് ഇവരുടെ മാധ്യമത്തിൻ്റെ ഒരു രീതി. അതവർ ചെയ്യും. ഇനി ഈ കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഉദാഹരണമായിട്ട് എടുക്കാം. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ, മേജർ മാധ്യമങ്ങൾ, ഞാൻ പേര് പറയാൻ മടിക്കുന്നത് വേറൊരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു മാധ്യമങ്ങളുടെ പേര് പറയുന്നത് ഒരു സാമാന്യ മര്യാദക്ക് നിരക്കാത്തത് കൊണ്ടാണ്. ആ മാധ്യമം അതിൽ അല്ലാതെ പേര് പറയാൻ പേടിയുണ്ടായിട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല അത് ചെയ്യുന്നത്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഒരു എറ്റിക്കറ്റിന് അത് നിരക്കുന്നതല്ല എന്നതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരുടെ പേര് വിളിച്ചു പറയുന്നത് തന്നെയാണല്ലോ വേണ്ടത്. അതിന് വേറെ മാധ്യമങ്ങളുള്ള സ്ഥിതിക്ക് ഞങ്ങളത് ചെയ്യുന്നില്ല. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ SDPI, മുസ്ലിം ലീഗ്, ഇവരുടെ എല്ലാം വോട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് പർച്ചേസിംഗ് ആയിരുന്നു. മുസ്ലിം ലീഗ് ഘടകകക്ഷിയല്ലേ? മുസ്ലിം ലീഗ് ഘടകകക്ഷി. മുസ്ലിം ലീഗാണ് ഇതിൻ്റെ ഏജൻ്റായിട്ട് നിന്നത്. ഇൻ ബിറ്റ്വീൻ അവരുടെ ലിങ്ക് അതിൽ ഇവരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. എന്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇനി വരേണ്ടതാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ മാധ്യമങ്ങളെല്ലാം അവതരിപ്പിച്ചത് എങ്ങനെയാണ്? അവതരിപ്പിച്ചത് സെക്കുലറിസത്തിൻ്റെ അപ്പോസ്തലനായിട്ടാണ്. അതെ. എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് നിലനിൽക്കുകയും ഒരു മതരാഷ്ട്രം വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഒരു സെക്കുലറിസ്റ്റായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക? അതെ. ആയുധമെടുത്ത് പൊരുതുകയും ചെയ്യുന്നു, നിയമം കയ്യിലെടുത്ത് പൊരുതുന്നു. അവർ അവിടെ കൊട്ടമൈതാനിയിൽ പ്രകടനം നടത്തി എന്ന് പറയുന്നു. പ്രകടനം നടത്തി ജയിച്ച ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത്. നിരോധിത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി, അറിയാമല്ലോ. അതെ. മൗദൂദി എന്താണ് ചെയ്തത്? പിന്നെ പിന്തുണ കൊടുത്തിരുന്നല്ലോ വെൽഫെയർ പാർട്ടി. പക്ഷേ SDPI പിന്തുണ ഉണ്ടായിരുന്നു. പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവർ പരസ്യമായി. അവർ പ്രഖ്യാപിച്ചു. അതൊരു ഡീലാണല്ലേ? അതെല്ലാം ഡീലാണ്. ഓക്കെ. ആ ഡീല് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡീല് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ ഒരാളാണ്. അയാളെക്കുറിച്ച് വേറെ എല്ലാ യോഗ്യതകളും പറഞ്ഞോളൂ. അയാളെ സെക്കുലർ എൻ്റെ അപ്പോസ്തലനാണ് എന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ എന്തിനത് ചെയ്തു? കാരണം ഇത് ഒരു മാധ്യമധർമ്മത്തിൽ വരുന്നതേ അല്ല.
അല്ല. മാധ്യമധർമ്മത്തിൽ ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെയും പർച്ചേസിങ് നടന്നു എന്നാണ്. അത് പർച്ചേസിങ് തന്നെയായിരുന്നു. എത്ര രൂപ എന്നുള്ള കാര്യം അതുമൊക്കെ അറിയാം. അപ്പോൾ സാർ, നമ്മുടെ ഒരു സംശയം ചോദിക്കുകയാണ് ഞാൻ. നമ്മുടെ ഇപ്പോൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു ഇത്തിരി എത്തിക്സ് ഒക്കെ ഉള്ളവർ. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇങ്ങനെ സ്വയം വിൽക്കപ്പെടുന്നു എന്നാണോ? എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിക്കരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു എത്തിക്സും ഒരു മാധ്യമത്തിനും ഇല്ല. ഓ അല്ല, സാറിന് ഒരു പക്ഷേ ഞാൻ കൂടുതൽ അനുഭവം കൂടി ഉണ്ടാവുമല്ലോ. എനിക്കറിയാം, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തില്ല. ഓ തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങൾക്കും ഒരു കൊയ്ത്തുകാലമാണ്. ഓ ഓ ഓ ഓ എല്ലാവർക്കും അതെ, ഒരു കൊയ്ത്തുകാലമാണ്. ചാകര വരുമ്പോൾ എല്ലാവരും വരും. അതെ, വാരയാണ്, അവരും വാരയാണ്. അപ്പോൾ അങ്ങനെ ഒരു പർച്ചേസബിൾ കമ്മോഡിറ്റി ആക്കി ജേർണലിസം മാറിയ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ സംവിധാനത്തെ തകർക്കും എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ നിങ്ങൾ ഓർക്കണം. ഓ മഹാരാജാവ് ഭരിക്കുന്ന കാലത്ത് അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്തത്, ഇവർക്ക് 4 പേർക്ക് അറിയാൻ പാടുള്ള അവർ ചെയ്ത ഒരു കാര്യം, അതിന് ജനങ്ങൾ അറിഞ്ഞിട്ട് ജനങ്ങൾ രാജാവിനെതിരെ ഒരുമിച്ച് കൂടി, എവിടെ, നഗരചത്തുരത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രതിഷേധിക്കുകയാണ്. അതും ഏത്? രാജാവിൻ്റെ അനീതിയെ. ആ അനീതി ഏത് സ്ഥാപനം നടത്തിയാലും, ഏത് എസ്റ്റേറ്റ് നടത്തിയാലും, അത് ഏത് എസ്റ്റേറ്റ് നടത്തിയാലും അതിനെ എതിർക്കേണ്ട മാധ്യമങ്ങൾ അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ പർച്ചേസ് ചെയ്യപ്പെട്ടു പോകുന്നു എന്നതാണ് ജനാധിപത്യം നേരിടുന്ന ദുരന്തം. അങ്ങനെ വരുമ്പോൾ നിരാശാജനകമാണല്ലോ സാർ നമ്മുടെ. വളരെ നിരാശാജനകമാണ് കേരളത്തിലെ കാര്യം. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ പറയും ഈ മാധ്യമങ്ങൾക്ക് ഇന്ന് വിശ്വാസ്യതയുണ്ടോ? അല്ല, പണ്ടിപ്പോൾ മാധ്യമങ്ങൾക്ക് നേർക്കുനേരെ പറഞ്ഞാൽ ഒന്നുകിൽ സാമുദായികമായ താല്പര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചായ്വുണ്ടായിരുന്നു. പക്ഷെ പണം വാങ്ങിയിട്ട് നിലപാടെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഏത് മാധ്യമങ്ങളെ എങ്ങനെ വിശ്വസിക്കും? അല്ല, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പത്രം എന്ന് പറയുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരുടെ പ്രചരണം നടത്തുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിന് അധികാരമുണ്ട്. ഒരു സമരത്തിൻ്റെ ഭാഗമാണ്. അവരത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതെ, അതിൽ തട്ടിപ്പില്ല. അത് തട്ടിപ്പില്ല. അതിനകത്ത് ഒരു സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാം. ഇപ്പോൾ ചന്ദ്രികയ്ക്ക് ഒരു സമുദായത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പില്ലല്ലോ. അത് ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഓക്കെ, ഇവരങ്ങനെയല്ലല്ലോ. അതെ അതെ, ഇവർ സ്വതന്ത്ര മാധ്യമങ്ങളെന്നല്ലേ. ഞങ്ങൾ ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു. ആ ഉയർത്തിപ്പിടിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിഷേധിക്കട്ടെ, നിഷേധിച്ചു കഴിഞ്ഞാൽ ബാക്കി തെളിവുകളുമായിട്ട് ഞാൻ വരാം. തീർച്ചയായിട്ടും സാറ് വളരെ ഉത്തരവാദിത്വബോധത്തോടെയാണ് അത് വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ വലിയ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു, സാധാരണഗതിയിൽ ആരും പറയാൻ തയ്യാറാവാത്തതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഈ കൊമോഡിറ്റി, അല്ലേ? മാധ്യമം എന്ന കൊമോഡിറ്റി അത് ചരക്കാണ് ശരിക്കും, അല്ലേ? മാർക്സ് പറയുന്നുണ്ട്, ഒരു സംസ്കാരം നശിക്കുന്നു. ഇവരൊക്കെ SFIക്കാരൊക്കെ ആയിരുന്നവരാണ് അവിടെ പോയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും വായിച്ചിട്ടുണ്ടാകുന്നില്ല. ഒരു സംസ്കാരം നശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് മുതലാളിത്തം എല്ലാത്തിനെയും കമ്മോഡിറ്റിയാക്കി മാറ്റുമെന്ന്. മാർക്സിസം നേരായി പുലരുന്നു എന്നാണോ? അങ്ങനെയല്ല, ആ മേഖലയിലെങ്കിലും ആ മേഖലയിൽ ഇത് ശരിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ആശങ്കയാണ്. ആ ആശങ്കയാണ് സാറ് മലയാളികളായ എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചത്. തീർച്ചയായിട്ടും ആവശ്യമായ ജാഗ്രതയോടുകൂടി നമ്മുടെ മാധ്യമങ്ങളെ സമീപിക്കാൻ, കാണുന്നതെല്ലാം വാർത്തയല്ല, നമുക്ക് കിട്ടുന്നതെല്ലാം സത്യമല്ല എന്നൊരു ബോധ്യത്തോടു കൂടിയെങ്കിലും മാധ്യമങ്ങളെ സമീപിക്കാൻ ഈ ഒരു മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.